എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ലൂഫി പറയുവാണ് ഞാനാണ് ലൂഫി ആൻഡ് ഞാൻ പൈറേറ്റ്സിൻ്റെ കിങ് ആവാൻ പോകുന്ന ആളാണ്. അപ്പോൾ ഉടനെ സോറ ചോദിക്കുന്നുണ്ട് പൈറേറ്റ്സിൻ്റെ കിങ്ങോ, നിനക്കത് എന്താണെന്ന് അറിയുമെന്ന്. അപ്പോൾ കോബി പറയുന്നുണ്ട് അത് ലൂഫി സാം ഭയങ്കര സീരിയസ് ആണ്, പൈറേറ്റ്സിൻ്റെ കിങ് ആയിട്ട് അൾട്ടിമേറ്റ് ട്രഷർ ആയിട്ടുള്ള വൺ പീസ് കണ്ടുപിടിക്കണമെന്നാണ് ലൂഫിയുടെ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ലൂഫി ആണെങ്കിൽ കയ്യിലിരിക്കുന്ന സോറോൻ്റെ സോഡ്സ് തിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഇതാ നിൻ്റെ ട്രഷർ, നീ എൻ്റെ കൂടെ ഒപ്പം നിന്ന് ഫൈറ്റ് ചെയ്യണം. നീ എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നീ വില്ലനായിട്ട് പോർട്രേ ചെയ്യപ്പെടും, അതോ നീ ഇവിടെ കിടന്ന് മരിക്കാൻ പോകണോ എന്ന് ചോദിക്കുക. അപ്പോൾ സോറ പറയുന്നു ഇവിടെ കിടന്ന് മരിക്കുന്നതിലും ഭേദം ഞാൻ നിൻ്റെ കൂടെ പൈറേറ്റ് ആവുകയാണ്, ഞാൻ നിൻ്റെ ക്രൂവിൽ ജോയിൻ ചെയ്യാൻ പോകാമെന്ന് പറയുവാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ലൂഫി ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അടുത്തത് ക്യാപ്റ്റനും നേവിക്കാരും തമ്മിലുള്ള കോൺവോയാണ്. അവരാണെങ്കിൽ ലൂഫിയുടെ പവേഴ്സ് ഒക്കെ കണ്ടിട്ട് ഭയങ്കര അന്തം വിട്ട് നിൽക്കുവാണ് ഇവൻ ആരാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ക്യാപ്റ്റൻ ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവനൊരു ഓർഡിനറി ഹ്യൂമൻ അല്ല, അവന് ഡെവിൾ ഫ്രൂട്ട് പവേഴ്സ് ഉണ്ടെന്ന്. ക്യാപ്റ്റൻ ഡെവിൾ ഫ്രൂട്ടിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണ്. ഡെവിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ലൈനിലുണ്ട് എന്ന് പറയപ്പെടുന്ന ഫ്രൂട്ട്സ് ആണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പ് ഓഫ് എബിലിറ്റീസ് കിട്ടും, ഫയർ, സുനാമി അതേപോലെയൊക്കെ ഉള്ള. അപ്പോൾ ക്യാപ്റ്റൻ ആണെങ്കിൽ ഉടനെ പറയുവാണ് ഗണ്ണ് വർക്കായില്ലെങ്കിൽ സോഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നേവിക്കാർ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുവാണ്. കോബിനെ അവർ കൊന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് സോറോ വന്ന് കോബിനെ രക്ഷപ്പെടുത്തുവാണ്. എന്നിട്ട് സോറോ ലൂഫിനോട് പറയാണ് ഞാനൊരു പൈറേറ്റ് ആവാൻ ഡിസൈഡ് ചെയ്തു, അതേപോലെ ഞാനിപ്പോൾ നേവിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഞാനൊരു വില്ലനും ആയി കഴിഞ്ഞു. പക്ഷേ എന്തൊക്കെ വന്നാലും എനിക്ക് എൻ്റെ അംബീഷൻ ഫുൾഫിൽ ചെയ്യണം, എനിക്ക് ഈ വേൾഡിലെ ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാൻ ആവണം എന്ന് പറയുക. ഇതൊക്കെ കണ്ടു നിന്നിട്ട് ക്യാപ്റ്റനാണെങ്കിൽ അവിടെ കിടന്ന് ഭയങ്കര ഒച്ച എടുക്കുവാണ്, അവർ രണ്ടുപേരെയും ഇപ്പം തന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നേവിക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന സമയത്ത് ലൂഫി ആണെങ്കിൽ വന്ന് ക്യാപ്റ്റനെ ഫൈറ്റ് ചെയ്യാണ്. സോ നെക്സ്റ്റ് ലൂഫിയും ക്യാപ്റ്റനും തമ്മിലുള്ള ഫൈറ്റാണ്. എന്നിട്ട് ലൂഫി ക്യാപ്റ്റനെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് സോറോ ആണെങ്കിൽ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് അവിടെ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീഴുന്നുണ്ട്. സെയിം ടൈം നേവിക്കാരൊക്കെ ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് അവരുടെ ക്യാപ്റ്റൻ ഡിഫീറ്റ് ആയത്. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്താൽ നാമി ആണെങ്കിൽ ഒരു ഡോർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് കയറി പോകുന്ന കാണാം. അപ്പോൾ നാമി എന്തോ തിരക്കി വന്നതെന്ന് ഇപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത്. ഗ്രാൻഡ് ലൈനിലോട്ടുള്ള ഒരു ചാർട്ടാണ് നാമി തിരക്കി വന്നത്. പക്ഷേ ആ സേഫ് കണ്ടുപിടിച്ച് അത് ഓപ്പൺ ആക്കുന്ന സമയത്ത് അതിലിരിക്കുന്ന ചാർട്ട് ഓൾറെഡി ബഗ്ഗി എന്ന് പറയുന്ന ഒരാൾ എടുത്തിട്ട് പോയതായിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ ആ കൊച്ചിൻ്റെ കടയിലിരുന്ന് ഫുഡ് കഴിക്കുന്ന സോറോനെയാണ് കാണിക്കുന്നത്. സോറോൻ്റെ ഹാപ്പിനെസ് കണ്ടിട്ട് കോബി ആ കൊച്ചു അതിൻ്റെ അമ്മയൊക്കെ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ആ കൊച്ചാണെങ്കിൽ ലൂഫിനോട് ചോദിക്കുകയാണ് അടുത്തതായിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ലൂഫി പറയുന്നു ഓഫ് കോഴ്സ് നമ്മൾ ഗ്രാൻഡ് ലൈനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ കോബി വിടുന്ന ടെൻഷനാകും നമുക്ക് കാണാൻ പറ്റും. കോബി ആണെങ്കിൽ ടെൻഷനായിട്ട് പറയുകയാണ് നിങ്ങൾ രണ്ടുപേര് മാത്രമായിട്ട് പോകണ്ട, അത് ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന്. എന്നിട്ട് ഗ്രാൻഡ് ലൈൻ എന്തുവാന്ന് കോബി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. സോ വേൾഡിൽ 2 ഓഷ്യൻസ് ഉണ്ട്. ഇതിൻ്റെ നടുക്കൂടെ പോകുന്ന കോണ്ടിനെൻസിനെയാണ് റെഡ് ലൈൻ എന്ന് പറയുന്നത്. ഈ റെഡ് ലൈനിൻ്റെ സെൻറ്ററിൽ ഒരു ടൗൺ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ആ ടൗണിന് റൈറ്റ് ആംഗിൾഡ് ആയിട്ടാണ് ഗ്രാൻഡ് ലൈൻ ഉള്ളത്. ഈ ഗ്രാൻഡ് ലൈൻ വേൾഡ് ഫുള്ള് സ്ട്രെച്ച് ചെയ്ത് കിടക്കുവാണ്. പൈറേറ്റ്സിൻ്റെ കിങ് ആയിട്ടുണ്ടായിരുന്ന ഗോൾഡ് റോജർ തനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ട്രഷർ, അതിനെയാണ് വൺ പീസ് എന്ന് പറയുന്നത്, അത് അയാൾ മരിക്കുന്നതിന് മുന്നേ ഗ്രാൻഡ് ലൈനിൽ ഇട്ടു. അന്ന് തൊട്ട് ഈ ട്രഷർ കിട്ടാൻ വേണ്ടിയിട്ട് വേൾഡിലുള്ള എല്ലാ പൈറേറ്റ്സും ഗ്രാൻഡ് ലൈനിലോട്ട് പോകും. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഗ്രാൻഡ് ലൈനിനെ ശരിക്കും പൈറേറ്റ്സിൻ്റെ ഗ്രേവ് യാർഡ് എന്നാണ് അറിയപ്പെടുന്നത്. സെയിം ടൈം ആ കൊച്ചിൻ്റെ അമ്മയും പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ ഗ്രാൻഡ് ലൈനിൽ പോയിട്ടുള്ള ആരും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല എന്ന്. അപ്പോൾ ലൂഫി അവരോട് പറയാമെന്ന്, ബട്ട് വൺ പീസ് അവിടെയാണുള്ളത്, സോ നമുക്ക് അങ്ങോട്ടേക്ക് പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ സോറ പറയുന്നുണ്ട് എന്നാവാ നമുക്ക് പോകാമെന്ന്. എന്നിട്ട് ഇവർ കോബിനോട് ചോദിക്കുവാണ് കോബി നീ ഗ്രാൻഡ് ലൈനിലോട്ട് പോകുന്നില്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അപ്പോൾ കോബി പറയുന്നു നിങ്ങളെ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളെങ്കിലും നിങ്ങൾ എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ നിങ്ങളെ ഓർത്തിട്ട് വെറീഡാണെന്ന് ലൂഫിനോട് പറയുവാണ്. എന്നിട്ട് കോബി പറയുന്നുണ്ട് നിങ്ങളാണ് എൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രീം ആയിട്ടുള്ള ഒരു നേവി ഓഫീസർ ആവണം എന്ന് പറയുന്നത് എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ നിങ്ങളാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് ലൂഫി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടേക്ക് വിടുന്ന നേവി ഓഫീസേഴ്സ് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾ ശരിക്കും പൈറേറ്റ്സ് ആണോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓർഡേഴ്സ് ഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല ഈവൻ ദോ നിങ്ങളാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തതെങ്കിലും. അപ്പോൾ ലൂഫി പറയുന്നുണ്ട് അതേ ഞങ്ങൾ പൈറേറ്റ്സ് തന്നെയാണ്, ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുള്ളൂ, എൻ്റെ ഫസ്റ്റ് മെമ്പറാണ് സോറോ എന്നൊക്കെ പറയുക. അപ്പോൾ നേവിക്കാർ പറയുന്നു ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, എന്നാൽ നിങ്ങൾ ഇപ്പം തന്നെ ഇവിടുന്ന് പോയേ പറ്റുള്ളൂ. അങ്ങനെ ലൂഫി ആണെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ കോബി മാത്രം അവിടെ ഒറ്റയ്ക്ക് നിൽപ്പുണ്ട്. അപ്പോൾ കോബിനോട് അയാൾ ചോദിക്കുവാണ് നീ അവരുടെ ക്രൂവിലുള്ളതല്ലേ എന്ന്. അപ്പോൾ കോബി ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുക. അപ്പോൾ ലൂഫിനോട് ഇവർ വീണ്ടും ആ സെയിം ചോദ്യം ചോദിക്കുവാണ്. അപ്പോൾ ലൂഫി ആണെങ്കിൽ അവിടെ വന്നിട്ട് സത്യങ്ങളെല്ലാം ഇങ്ങനെ പറയാൻ തുടങ്ങുകയാണ്.
ഇവൻ ഒരു പൈറേറ്റിൻ്റെ ഷിപ്പിലുണ്ടായിരുന്നതാണ്, അവരുടെ പേര് ഇതാണെന്നൊക്കെ പറഞ്ഞ് ലൂഫി ഇങ്ങനെ പറയാൻ വരുവാണ്. അപ്പോൾ ലൂഫി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കോബി ആണെങ്കിൽ ദേഷ്യം വന്ന് പെട്ടെന്ന് ലൂഫിനെ ഇടിക്കുകയാണ്. അപ്പോൾ ലൂഫി നേരെ തിരിച്ച് കോബിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലൊരു ചെറിയ ഫൈറ്റ് വരുവാണ്. അപ്പോൾ ഈ നേവിക്കാരൻ പറയുന്നുണ്ട്, ഓക്കെ നിങ്ങളിപ്പോൾ ഫൈറ്റ് നിർത്തണം, എനിക്ക് മനസ്സിലായി നിങ്ങൾ ആ ക്രൂവിലുള്ളതല്ലാന്ന്. അപ്പോൾ ലൂഫി അവിടെ നിന്ന് നേരെ വീണ്ടും ലൂഫിയുടെ ബാഗ് എടുത്തിട്ട് പോവാണ്. ലൂഫി ആക്ച്വലി കോബിനെ ഹെൽപ്പ് ചെയ്തതാണ്. കാരണം കോബി ഒരു പൈറേറ്റ് ഇതിലുള്ളതായിരുന്നു എന്ന് പറഞ്ഞാൽ കോബിക്ക് നേവിയിൽ ചേരാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് ലൂഫി അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പം അവിടെ നിൽക്കുന്ന ആൾ കോബിൻ്റെ ഡിറ്റർമിനേഷൻ കണ്ടിട്ട് അവനെ നേവിയിലെടുക്കാമെന്ന് പറയുന്നുണ്ട്. സോറോയും ലൂഫിയും ഓൾറെഡി അവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവരെല്ലാം കൂടെ വന്നിട്ട് ഇവർക്ക് ബൈ പറയുന്നുണ്ട്. ആൻഡ് സെയിം ടൈം തന്നെ നേവിക്കാരാണെങ്കിൽ ഇവർക്ക് സല്യൂട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. കാരണം ഇവരാണല്ലോ അവരുടെ ടൗണിനെ രക്ഷപ്പെടുത്തിയത്. സോ അതുകൊണ്ട് പോകാൻ നേരത്ത് ലൂഫി ആണെങ്കിൽ കോബിനോട് പറയുന്നുണ്ട്, ഈവൻ ദോ നമ്മൾ ഇവിടെ വെച്ച് 2 വഴിയായിട്ട് പോയെങ്കിലും നീ എൻ്റെ ഫ്രണ്ടാണ്, നമുക്ക് എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ നേവിയിലെ ആളാണെങ്കിൽ കോബിനോട് പറയുന്നുണ്ട്, നല്ലൊരു ഫ്രണ്ടിനെയാണ് നിനക്ക് കിട്ടിയതെന്ന്. അങ്ങനെ ലൂഫി സോറോയും അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ സോറോ ലൂഫിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് പൈറേറ്റ് ആവണമെന്ന് പറഞ്ഞിങ്ങനെ വാശി ഓടിക്കുന്നതെന്ന്. അപ്പോൾ ലൂഫി പറയുന്നു, വൺസ് ഞാനൊരു ഗ്രേറ്റ് മാനിന് വാക്ക് കൊടുത്തു, ഞാനൊരു നല്ല ക്രൂവിനെ ഗ്യാദർ ചെയ്ത് ഈ വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ട്രഷറായിട്ടുള്ള 1 പീസും കണ്ടുപിടിച്ചിട്ട് പൈറേറ്റ്സിൻ്റെ കിങ് ആവും, അതിന് ഈ സ്ട്രോ ഹാറ്റ് സാക്ഷിയാണെന്ന്. അങ്ങനെ അവരവിടുന്ന് അവരുടെ ഗ്രാൻഡ് ലൈനിലോട്ടുള്ള അഡ്വഞ്ചർ തുടങ്ങുന്നിടത്തുനിന്ന് ഈ എപ്പിസോഡ് എൻഡ് ചെയ്യുവാണ്.